ശലഭം പാർട്ട് 37. അമ്മ എൻ്റെ കൂടെ വാ, എനിക്കൊന്ന് സംസാരിക്കണം. അത് കേട്ടതും ആ അമ്മ അവളുടെ കൂടെ വന്നു. എന്താ നീലിമോളെ? അമ്മേ, ശ്രീയേട്ടൻ ഇപ്പോഴും ചെയ്യാത്ത ആ കുറ്റത്തിന്റെ പേരിൽ വേദനിക്കുന്നു. കാരണം എന്തെന്നറിയോ, അന്നൊന്ന് താങ്ങി അവനെ വിശ്വസിക്കാൻ ചേർത്ത് പിടിക്കാൻ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നില്ല എന്ന്. തീർത്തും ഒറ്റപ്പെട്ടു പോയില്ലേ അന്ന്. ആ സങ്കടം ഇപ്പോഴുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒന്നും മിണ്ടാനും പറയാനും നിൽക്കാതെ മാറി മാറി നിൽക്കുന്നേ? കാണുന്ന എനിക്കെത്ര വേദനിക്കുന്നുണ്ടെന്നറിയോ? അമ്മേ, നിങ്ങളൊന്ന് സംസാരിക്കണം. സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കിടയിലുള്ളൂ. ആ തോന്നൽ അതെല്ലാം അമ്മ വേണം പറഞ്ഞു തിരുത്താൻ. അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീലി പറഞ്ഞതും അവർ വേദനയോടെ അവളെ ഒന്ന് നോക്കി. മോളെ, ശ്രീ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. അവൻ അത്രത്തോളം ഞാൻ അകറ്റി നിർത്തി വേദനിപ്പിച്ചു. എല്ലാം എൻ്റെ തെറ്റാണ്. അവൻ ഒരിക്കലും എന്നെ കേൾക്കാൻ നിൽക്കില്ല. അത് അമ്മയുടെ തോന്നലാണമ്മേ. ശ്രീയേട്ടൻ ഇപ്പോഴും ഈ അമ്മയുടെ സ്നേഹം കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ മോനെ അമ്മയൊന്ന് സമാധാനപ്പെടുത്തിയാൽ ഒരുപാട് സന്തോഷിക്കും. പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം. ഈ അമ്മയുടെ സ്നേഹം ആ മകൻ അറിയണം അമ്മേ. മോളെ, എനിക്ക് അവരോട് സംസാരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർ സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ അമ്മേ ഇത്? സ്വന്തം മക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരമ്മ പിന്നെ ആരോടാണ് സംസാരിക്കുക? അമ്മയൊന്ന് സംസാരിക്കാൻ ശ്രമിക്ക്. ശ്രീയേട്ടൻ ഇപ്പോൾ മുറിയിലുണ്ട്. നാളെ രാവിലെ ഞങ്ങൾ യാത്ര പുറപ്പെടും. അതുകൊണ്ട് അമ്മ ഇപ്പൊ തന്നെ ഒന്ന് സംസാരിക്ക്. വരൂ അമ്മേ. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ കൊണ്ടുപോകുമ്പോൾ അമ്മ സങ്കടത്തോടെ അവളുടെ കൂടെ വന്നു. അവർ വരുമ്പോൾ അമ്മ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവരുടെ മുറിയിലേക്ക് കയറി. ശ്രീകാന്ത് അപ്പോൾ കിടക്കുകയായിരുന്നു. നീലി അങ്ങോട്ട് പോകാതെ പുറത്ത് തന്നെ നിന്നു. ആ അമ്മ തിരിഞ്ഞ് അവളെ നോക്കി. നീലി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ആ അമ്മ സങ്കടത്തോടെ അവനെ നോക്കിക്കൊണ്ട് സ്നേഹത്തോടെ, മോനെ. അവരുടെ വിളി കേട്ട് ശ്രീകാന്ത് എണീറ്റു. അവരെ കുറേ കാലത്തിന് ശേഷം മുറിയിൽ കണ്ടതും അവനും ഒന്ന് ഞെട്ടി നോക്കുന്നുണ്ട്. പിന്നീട് പുച്ഛത്തോടെ, ഈ മകന്റെ മുറിയെല്ലാം ഇപ്പോൾ ഓർമ്മ വന്നു. സന്തോഷം. എന്താണാവോ ഇങ്ങോട്ട് വരാൻ? നീലിയെ അന്വേഷിച്ച് വന്നതാവും അല്ലേ? എന്നാൽ അവൾ ഇവിടെ ഇല്ല, പുറത്തു കാണും. അതും പറഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് കിടക്കാൻ നിന്നതും, മോനെ, സോറി മോനെ. ഈ അമ്മ കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിച്ചു. ഒരുപാട് സോറി മോനെ. പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചതും അവനൊന്ന് ഞെട്ടി. ഞാൻ എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചു, ഒറ്റപ്പെടുത്തി. എൻ്റെ മോന് വേദനിക്കാൻ ഞാനൊരു വലിയ കാരണക്കാരിയായി. എനിക്കിതിനെ എങ്ങനെ ക്ഷമ ചോദിക്കണമെന്നറിയില്ല. ഇത്രയും ദിവസം അകറ്റി നിർത്തിയ ഞാൻ പെട്ടെന്നൊരു ദിവസം നിന്റെ അടുത്തേക്ക് വന്നാൽ നീയും ഞെട്ടിപ്പോകുമെന്നറിയാം. എനിക്ക് നിന്നോട് കുറ്റബോധം കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അന്ന് നീ ജയിലിൽ പോകുമ്പോൾ ഞാനും നിന്നെ വിശ്വസിച്ചില്ല. ഒരമ്മയായിട്ട് സ്വന്തം മോനെ ഈ അമ്മ കുറ്റപ്പെടുത്തിയില്ലേ? അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നീ വരുമ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കാൻ സങ്കടവും കുറ്റബോധവും കൂടിയ ഒരവസ്ഥയായിരുന്നു. അത് ഇത്രത്തോളം നീണ്ടു. നിന്നെ വെറുത്തിട്ടല്ല മോനെ. അന്ന് നിന്നെ ഒന്ന് സപ്പോർട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന സങ്കടം എന്നിൽ കിടന്ന് നീറുകയാണ്. അന്നു മുതൽ ഞാൻ കുറ്റബോധം പേറി ജീവിക്കാൻ തുടങ്ങിയതാ. നീ എന്നോട് ക്ഷമിക്കില്ലേ? നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റം മതി മോനെ. ഇനിയും നീ എന്നെ പരീക്ഷിക്കല്ലേ? അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞതും ശ്രീകാന്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നീലിയും അത് സങ്കടത്തോടെ പുറത്തു നിന്നു നോക്കി നിന്നു. അമ്മേ. കാലങ്ങൾക്ക് ശേഷം അവന്റെ വിളി കേട്ടതും ആ അമ്മ സങ്കടത്തോടെ അവനെ നോക്കി. മോനെ, എൻ്റെ മോനെ എന്നോട് ക്ഷമിക്ക്. അതും പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് അവന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അമ്മേ, അതെല്ലാം കഴിഞ്ഞതല്ലേ. എനിക്കിപ്പോൾ ആ ദേഷ്യമൊന്നുമില്ല അമ്മേ. അവനത് പറഞ്ഞതും ആ അമ്മ സന്തോഷത്തോടെ അവന്റെ മുഖത്ത് തലോടി. അമ്മ, ഇവിടെ എല്ലാവരുടെയും അടിമയായി തീർന്നത് ഞാൻ കാരണമല്ലേ? എന്നെ വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ആ സങ്കടമാണ് നിങ്ങളോട് ഞാൻ ദേഷ്യമായി കാണിച്ചത്. അങ്ങനെയെങ്കിലും ഒന്ന് മാറട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ അമ്മ നിറമീയോടെ അവനെ നോക്കി നിൽക്കുമ്പോൾ, അപ്പോ ഇനി ഞങ്ങളോടും സന്തോഷത്തോടെ സംസാരിക്കില്ലേ ശ്രീയേട്ടാ? അപ്പുവിൻ്റെ ശബ്ദം കേട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് അപ്പുവും അമ്മുവും അവരുടെ പുറകിൽ നീലയും നിൽപ്പുണ്ട്. അവരെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചതും അവർ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് വന്നു. എല്ലാം പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് വെറുതെ മുഖം വീർപ്പിച്ച് നടക്കരുത്. ഞങ്ങളും പാവമാ. ഞങ്ങളോട് പോലും പണ്ടത്തെ വാശിയിൽ ഇപ്പോഴും ഒന്നും മിണ്ടാറില്ലല്ലോ. അമ്മ ആയിരുന്നു അത് പറഞ്ഞത്. അതെ, എപ്പോഴും കലിപ്പ് കാണിച്ച് നടക്കുകയല്ലേ. അവരുടെ സംസാരം കേട്ട് അവനൊന്ന് ചിരിച്ചു.
എൻ്റെ ദേവി, ചേട്ടൻ ചിരിക്കേ. അമ്മു കണ്ണൊക്കെ വിടർത്തിക്കൊണ്ട് പറഞ്ഞതും അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. നിങ്ങളുടെ ഈ ചേട്ടൻ ആളൊരു പാവമാ. പുറമേ കാണുന്ന ഈ ദേഷ്യമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. ഒരു ചിരിയോടെ നീലി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അത് നോക്കി. ഞങ്ങളുടെ നീലി ചേച്ചി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ചേട്ടനെ കിട്ടിയത്. നീലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരത് പറഞ്ഞതും അവരെല്ലാം ഒന്ന് പുഞ്ചിരിച്ചു. ശരിയാ, ഈ മോളാണ് എൻ്റെ മോനോട് സംസാരിക്കാൻ പറഞ്ഞതും ഇപ്പോൾ ഇങ്ങനെയെല്ലാം ആയി തീർന്നതിനും കാരണം, അമ്മ നിറമിയോടെ പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ പുറത്തു നിന്നിരുന്ന ചെറിയമ്മ നിറമിയോടെ അവിടെ നിന്നും അവരുടെ മുറിയിലേക്ക് പോയി. ആ മുറിയിൽ ചുമരിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവരുടെ മോളുടെ ആ ഫോട്ടോ കാണുമ്പോൾ അവരുടെ ഉള്ളൊന്ന് വിങ്ങി. എൻ്റെ മോളുടെ സ്നേഹം ഒരുപാട് അനുഭവിക്കാനുള്ള യോഗം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും അവർക്കും കിട്ടരുതെന്ന് വിചാരിച്ച് അവരെല്ലാം ഞാൻ അവരുടെ മക്കളിൽ നിന്നും അകറ്റി. പക്ഷേ എല്ലാം വെറുതെയാണ്. സ്നേഹമുള്ളയിടത്ത് എത്ര കാലം വന്നാലും അത് പ്രകടമാകും. ഇപ്പോൾ അവരെല്ലാം ഒരുമിച്ചു. എനിക്ക് മാത്രം ഇപ്പോൾ മക്കളും സ്നേഹിക്കാനും ആരുമില്ലാത്തത്. ഞാൻ മാത്രമാണ് ഇപ്പോൾ തനിച്ചായത്. അവർ സങ്കടത്തോടെ ആ മോളുടെ ഫോട്ടോയിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. ശ്രീയേട്ടാ, നമുക്ക് നാളെ തന്നെ പോകണോ? ഇവിടെ ആരും ശ്രീയേട്ടനോട് മിണ്ടുന്നില്ല എന്ന സങ്കടം മാറിയില്ലേ? ഇനി അവരോടെല്ലാം സന്തോഷത്തോടെ സംസാരിച്ചിട്ട് നമുക്ക് മറ്റൊരു ദിവസം പോകാം. ശ്രീയേട്ടൻ്റെ മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് ശ്രീയേട്ടൻ ഇനി ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. നമുക്ക് അടുത്ത ആഴ്ച പോകാം. ശ്രീകാന്തിന്റെ മടിയിൽ കിടത്തി അവന്റെ തലയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കൈ പിടിച്ചൊന്ന് ചുംബിക്കുന്നുണ്ട്. അല്ലാതെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ലായിരുന്നു. എന്താ ശ്രീയേട്ടാ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുന്നേ? നിന്റെ ശബ്ദം ഇങ്ങനെ കൊതിതീരോളം കേട്ടിരിക്കാൻ തോന്നുക പെണ്ണേ. അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. നമുക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ തന്നെ മനസ്സ് പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കുന്ന അത്ര വേദന എനിക്ക് വേറെ ഒന്നിനും ഉണ്ടായിട്ടില്ല. പക്ഷേ അതെല്ലാം ഇന്ന് നീ ഈ നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുത്തു. നിന്നെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്യണം. പക്ഷേ എത്ര കാലം ഈ ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീയേട്ടാ, എന്ത് ഇത്? ആ വാക്കുകൾ കേട്ട് അസ്വസ്ഥതയോടെ നീലി അത് വിളിച്ചതും സോറി നീലി, സത്യം അതാണ്. നീ ഇപ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ പഠിക്കണം. അല്ലാതെ നിനക്ക് വെറുതെ ഒരു മോഹങ്ങൾ നൽകി വേദനിപ്പിച്ച് യാത്ര പോകാൻ എനിക്കാവില്ല. നിനക്കറിയില്ലേ, എൻ്റെ മുടിയെല്ലാം ഇപ്പോൾ ഏകദേശം എല്ലാം പോയി. ഈ വിഗ് വെച്ച് ഞാൻ ഈ വീട്ടുകാരെ പറ്റിക്കുന്നത്. ഇത് സംസാരിക്കാൻ വേണ്ടിയാണെങ്കിൽ ശ്രീയേട്ടൻ ഇനി എന്നോട് മിണ്ടണ്ട. അവൾ ദേഷ്യത്തോടെ അവന്റെ തല അവളുടെ മടിയിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് കിടക്കയിൽ നിന്നും ഇറങ്ങി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ അരയിലൂടെ കൈയിട്ട് അവൻ അവളുടെ പിൻകഴുത്തിൽ മുഖം പോയിട്ട് നിന്നതും അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ഇത്ര പെട്ടെന്ന് പിണങ്ങിയോ? ഇത്രയൊക്കെ ഉള്ളൂ നീ? ഞാനും ഒരു തമാശ പറഞ്ഞതല്ലേ. ശ്രീയേട്ടൻ ഇതെല്ലാം തമാശയാണെങ്കിൽ എനിക്കിത് തമാശയല്ല ശ്രീയേട്ടാ. അവൾ ഗൗരവത്ത് പറഞ്ഞത്. ഓ, എന്നാൽ ഞാൻ വേറെ തമാശ പറയാം. ഞാനും നീയും നമ്മുടെ കുട്ടികളുമായി ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് പറയാം. അത് കേട്ടതും നീലിയൊന്ന് ഞെട്ടി. അവളുടെ കണ്ണെല്ലാം നിറഞ്ഞു. ഇതും തമാശയാണോ ശ്രീയേട്ടാ? അവളുടെ വാക്കിലെ ആ സങ്കടം മനസ്സിലായതും അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ തുടച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അവളുടെ അരയിൽ കൈയിട്ട് അവൾ അങ്ങനെ നിന്നു. അതറിഞ്ഞതും അവൾ സങ്കടത്തോടെ അവനെ തിരിഞ്ഞു നോക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് വേദനയോടെ നിൽക്കുന്ന അവനെ കണ്ടതും അയ്യോ ശ്രീയേട്ട, എന്ത് പറ്റി? അവൾ സങ്കടത്തോടെ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും അവൻ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. പറ്റിച്ചേ എൻ്റെ വീടിനെ പറ്റിച്ചേ. ചെറിയ കുട്ടികളെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ ആ ഭാവം അത്ഭുതത്തോടെ നോക്കി. പെട്ടെന്ന് ഒരു കുറുമ്പോടെ അവൾ അവനെ തല്ലി. ഇങ്ങനെ പറ്റിച്ചാൽ അടി കിട്ടുവേ. ഞാൻ പേടിച്ചു പോയി. അയ്യേ, ഇത്ര പെട്ടെന്നോ? ഈ ശ്രീകാന്തിന്റെ പെണ്ണെപ്പോയും നല്ല സ്ട്രോങ് ആവണം. അവളുടെ കവിളിലൊന്ന് വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നിറപുഞ്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് ശ്രീയേട്ടാ, നാളെ രാവിലെ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. ആ, തീർച്ചയായിട്ടും. എന്നിട്ട് ഞാൻ ആമ്പൽ പൂക്കൾ പറിച്ചു തരാം. അത് വേണ്ട ശ്രീയേട്ടാ, നീന്താനൊന്നും ഈ ടൈമിൽ വേണ്ട. അതത്ര നല്ലതല്ല. നീ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് രോഗിയാക്കുന്നത്. ഇനി ഇതൊന്ന് പറഞ്ഞ് ഞാനൊന്ന് അങ്ങോട്ട് തരും. ഇനി വാ, നമുക്ക് കിടക്കാം. അതിന് ആദ്യം ഞാൻ കാണാതെ ഒളിപ്പിച്ച് വെച്ച ആ മരുന്നില്ലേ, അത് കഴിക്ക്. എന്നിട്ടല്ലേ ഉറക്കം. ഓ, നീ അത് കണ്ടോ? അത് നല്ല ചവർപ്പാ പെണ്ണെ. അത് എനിക്ക് വേണ്ട. അയ്യടാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കുടിച്ചേ. അവൾ ഊരക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചെറിയ കുട്ടികളെ പോലെ
കുറുമ്പ് കാണിക്കുന്നത് കണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ പിടിച്ചു നിന്നു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് കഴിച്ചതും അവൾ ചിരിയോടെ അവനെ നോക്കി. ഇത്രയേ ഉള്ളൂ, ഇനി ബാ കിടക്കാം. എനിക്കറിയാം ഇത്രയേ ഉള്ളെന്ന്. പക്ഷേ ഒരമ്മയെ പോലെ നീ എന്നെ തലോടുന്നതും ഒരു കുട്ടിയെ പോലെ നിന്നോട് കുറുമ്പ് കാണിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ്. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അങ്ങനെ തന്നെ അവളെ കൊണ്ട് കിടക്കയിലേക്ക് മറിഞ്ഞു. അമ്മേ പ്ലീസ്, ഇന്ന് ശ്രീയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അമ്മ ശ്രീയേട്ടന് ഭക്ഷണം വാരി നൽകണം. അത് വേണോ മോളെ? ഇത്ര വലിയ കുട്ടിയായ സ്ഥിതിക്ക് അവൻ അതൊക്കെ സ്വീകരിക്കുമോ? ശ്രീകാന്തിൻ്റെ അമ്മ സംശയത്തോടെ നീലിയെ നോക്കി. എത്ര വലുതായാലും എന്താ, മക്കൾ മക്കളല്ലേ. ശരി, എന്നാലും. അതും പറഞ്ഞ് അവർ ഹാളിലേക്ക് വന്നു. ശ്രീ രാവിലെ എണീറ്റ് വരുമ്പോൾ എല്ലാവരും അവനെ കാത്ത് മേശമേ ഇരിപ്പുണ്ട്. ഇന്ന് അവന് വേണ്ടി നീലി അമ്മയുടെ അടുത്തായിരുന്നു ചെയർ ഒഴിച്ചു നൽകിയത്. അതൊരു പുഞ്ചിരിയോടെ നോക്കി അവൻ അമ്മയുടെ അടുത്ത് വന്നിരുന്നതും ആ അമ്മ നീലിയൊന്ന് നോക്കി. നീലി കണ്ണടച്ച് കാണിച്ചതും ആ അമ്മ ഒരു ഉരുള എടുത്ത് അവന് നേരെ നീട്ടിയതും അവൻ അത്ഭുതത്തോടെ അവരെ നോക്കി. ഓരോ തിരക്കായത് കൊണ്ടാണ് സ്റ്റോറി വൈകിയത്, ഒന്ന് ക്ഷമിക്കണം.